ഭാവിയിലെ മഞ്ജുവും ശോഭനയും ഞാൻ തന്നെ. മമ്മൂക്കയും ലാലേട്ടനും നായകർ. അന്ന് കണ്ട സ്വപ്നത്തെക്കുറിച്ച് ആര്യ. സിനിമാ മേഖലയിൽ വരണം എന്നുള്ളത് കുട്ടിക്കാലം മുതലെയുള്ള ആഗ്രഹമായിരുന്നുവെന്ന് നടിയും ടെലിവിഷൻ അവതാരകയുമായ ആര്യ ബഡായി. ഒരിക്കലും ഒരു കൊമേഡിയനായി വരുമെന്ന് കരുതിയിരുന്നില്ല. കാരണം എനിക്ക് കോമഡിയുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എനിക്ക് മാത്രമല്ല എന്റെ വീട്ടുകാർക്ക് പോലും അങ്ങനെ ഒരു പശ്ചാത്തലമില്ലെന്നും ആര്യ പറയുന്നു. മൂവി വേൾഡ് മീഡിയക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇത്തരമൊരു ഇമേജിലേക്ക് എത്തിയത്. തീർച്ചയായും മുഖ്യധാര നടിയാകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ചെറുതിലെ മുതൽ സ്വപ്നം കാണുന്നത് അതാണ്. ഭാവിയിലെ ശോഭനയും മഞ്ജു വാര്യറും ഞാൻ തന്നെ എന്നായിരുന്നു എന്റെ സ്വപ്നം. കുഞ്ഞായിരിക്കുമ്പോൾ അങ്ങനെ ആകുമല്ലോ. നമ്മൾ കണ്ടുവളരുന്ന നായികമാരുടെ സ്ഥാനത്തായിരിക്കുമല്ലോ ഭാവിയിലെ നമ്മളെ നമ്മൾ കാണുക. ലാലേട്ടന്റെ നായികയാകുന്നോ മമ്മൂട്ടിയുടെ നായികയാകുന്നോ എന്നതൊക്കെയായിരുന്നു അന്നത്തെ എന്റെ ആഗ്രഹം. അതുവരെയൊക്കെ എത്തിയില്ലെങ്കിലും ഇവരോടൊക്കെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് വലിയ ഭാഗ്യമാണ്. 5ലും 6ലുമൊക്കെ പഠിക്കുമ്പോൾ ആലോചിക്കുന്നതാണ് ഇത്തരത്തിൽ വലിയ നായിക ആകണമെന്നുള്ളത്. പക്ഷേ അതിനു വേണ്ടി ഞാൻ എഫേർട്ട് ഇട്ടിട്ടുമില്ല. പക്ഷേ അത് സംഭവിച്ചു. അതിൽ വലിയ നന്ദിയുണ്ടെന്നും ആര്യ പറയുന്നു. തുടർച്ചയായി സിനിമ ലഭിക്കാത്തതിൽ വിഷമമുള്ള ആൾ കൂടിയാണ് ഞാൻ. നമ്മളെയൊക്കെ ആരും വിളിക്കാത്തത് എന്താണെന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ടാലന്റിനേക്കാളൊക്കെ പ്രാധാന്യം ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ എന്നിവയൊക്കെയാണ്. ഇന്നത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ കൂടുതലും സൗഹൃദ വലയങ്ങളിൽ ഉണ്ടാകുന്ന സിനിമകളാണ്. നല്ല നല്ല ഹിറ്റ് സിനിമകൾ എടുത്തു നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. അത് തെറ്റാണെന്ന് പറയുകയല്ല, അവരുടെ ഒരു കംഫർട്ട് സോൺ ആയിരിക്കാം. ഞാൻ ബേസിക്കലി സിനിമയിലെ അങ്ങനെയുള്ള ഒരു സൗഹൃദ വലയത്തിലെയും ആളല്ല. എനിക്ക് സിനിമയിൽ വളരെ അടുത്ത നല്ല സുഹൃത്തുക്കളുമുണ്ട്. ബഡായി ബംഗ്ലാവിലൂടെ കിട്ടിയ സുഹൃത്തുക്കളുമൊക്കെയാണ്. എന്നാൽ ഏതെങ്കിലും ഒരു സൗഹൃദ വലയത്തിന്റെ ഭാഗമല്ല ഞാൻ. സിനിമയിൽ ഭാഗ്യം എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. ഒരു കഥാകൃത്ത് ഒരു കഥ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു സംവിധായകൻ സിനിമ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ കഥാപാത്രം ആര് ചെയ്താൽ നല്ലതാകുമെന്ന് അവർക്ക് തോന്നണം. എത്ര ആർട്ടിസ്റ്റുകളാണ് മലയാള സിനിമയിലുള്ളത്? അതിൽ നിന്നും നമ്മുടെ പേര് ഒരാളുടെ മനസ്സിൽ കത്തുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. തീർത്തും ഭാഗ്യമില്ലെന്ന് പറയില്ല. കുഞ്ഞിരാമായണത്തിലെ മല്ലികയൊക്കെ എത്ര കാലം കഴിഞ്ഞാലും ആളുകൾ മറക്കില്ല. അതുപോലെ പുണ്യാളനിലെ ഗോൾഡ് ചെയ്ത കഥാപാത്രമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ളവയാണ്. മനസ്സില്ല മനസ്സോടെ ചെയ്ത ഒരു വേഷവും ഇല്ല. ആ കഥാപാത്രമൊക്കെ എന്തെങ്കിലും തരത്തിലായി എവിടെയൊക്കെയോ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ടോപ്പിൽ ജോപ്പിൻ എന്ന സിനിമയിൽ ഒരേയൊരു സീനാണുള്ളത്. മമ്മൂട്ടിയോടൊപ്പമുള്ള ആ സീൻ ഏറെ വൈറലായി. അതെല്ലാം ഒരു ഭാഗ്യമാണെന്നും ആര്യ കൂട്ടിച്ചേർക്കുന്നു.